ജയിക്കുകയാണെങ്കിൽ ഏറനാട് മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും 10 വീടുകൾ വീതം 7 പഞ്ചായത്തുകളിലായി 70 വീടുകൾ അടിയന്തരമായി യാഥാർത്ഥ്യമാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് പറഞ്ഞു. ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ NDA നല്ല പോരാട്ടമാണ് നടത്തുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി ഏറനാട് മണ്ഡലത്തിൽ ഞാൻ പര്യടനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ സാധാരണക്കാരനിലേക്ക് എത്തേണ്ടതായ കൃത്യമായിട്ടുള്ള വികസനം എത്തിയിട്ടില്ല. ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം അവിടെ വിജയിക്കുകയാണെങ്കിൽ, ഞാനവിടെ വിജയിക്കുകയാണെങ്കിൽ, MLA ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സമഗ്രമായ വികസനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ശരിക്കും കൃത്യമായിട്ട് 5 വർഷത്തെ റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് അവിടെ സമഗ്രമായ വികസനം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ ജയിക്കുകയാണെങ്കിൽ അവിടുത്തെ വീടുകളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന വളരെ മോശമായ അവസ്ഥ, പല സ്ഥലങ്ങളിലും പാവപ്പെട്ടവൻ പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ വീടില്ലാത്ത അവസ്ഥയാണ്. താമസിക്കുന്ന വീടുകളൊക്കെ തന്നെ ഏതു സമയം പൊളിഞ്ഞു ചാടാവുന്ന രീതിയിലുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. അവർക്ക് വീട് എഴുതി കൊടുത്തിട്ട് അവർക്ക് ഇതുവരെ പാസ്സായി കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 7 പഞ്ചായത്തുകളാണ് ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. വീടില്ലാത്ത സാധുക്കളായ ആളുകൾക്ക് ഞാൻ MLA ആയി ജയിച്ചാൽ 5 വർഷം കൊണ്ട് അവർക്ക് ഒരു പഞ്ചായത്തിൽ 10 വീട് എന്ന നിലയ്ക്ക് 70 വീടുകൾ ആ പഞ്ചായത്തിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ട്. അങ്ങനെ ഞാൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവരും ചേർന്ന് ആ വീട് അവർക്ക് വെച്ചു കൊടുക്കും, യാഥാർത്ഥ്യമാക്കും. അതിനൊരു കാര്യത്തിലും അവർ പേടിക്കേണ്ടതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മണ്ഡലത്തിലെ ഭവനരഹിതരായ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സമഗ്ര വികസന പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കാവന്നൂർ, എടവണ്ണ, അരീക്കോട്, ഊർങ്ങാട്ടിരി, ചാലിയാർ, കുഴിമണ്ണ, കീഴുപറമ്പ് എന്നീ 7 പഞ്ചായത്തുകളിലായി വീടില്ലാത്ത പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് SC ST വിഭാഗക്കാർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ വീടുകൾ നിർമ്മിച്ചു നൽകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ഭയത്തോടെ കഴിയുന്ന പാവപ്പെട്ടവർക്ക് മുൻകാലങ്ങളിൽ വീട് പാസായി കിട്ടിയിട്ടില്ലെന്നും താൻ വിജയിച്ചാൽ ഈ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വരും വർഷങ്ങളിൽ ഏറനാടിന്റെ മുഖച്ഛായ മാറ്റാൻ 5 വർഷത്തെ കൃത്യമായ റോഡ് മാപ്പ് തയ്യാറാക്കി വികസനം നടപ്പിലാക്കുമെന്നും ഭവന പദ്ധതിക്ക് പുറമെ മണ്ഡലത്തിന്റെ പുരോഗതിക്കായി കായിക മേഖലയിൽ കേരള ഫുട്ബോളിന്റെ ഈറ്റില്ലമായ അരീക്കോട് യുവാക്കൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാക്കും. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അരീക്കോട് പട്ടണത്തിലെ കാലങ്ങളായുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണും. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും മണ്ഡലത്തിലെ സാധാരണക്കാരിലേക്ക് കൃത്യമായി എത്തിക്കാൻ നേരിട്ടിടപെടും. വർഷങ്ങളായി ഭരണത്തിലിരുന്നിട്ടും അരീക്കോട്ടെ ഗതാഗത കുരുക്കിനോ ഭവന പ്രശ്നങ്ങൾക്കോ പരിഹാരം കാണാത്ത മുൻ ജനപ്രതിനിധികൾക്കെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ജനങ്ങളിൽ നിന്നും ലഭിച്ച വമ്പിച്ച പിന്തുണയിൽ താൻ സംതൃപ്തനാണെന്നും ഏറനാടിനെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വികസിത മണ്ഡലമാക്കി മാറ്റാൻ തന്റെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.